അങ്ങനെ ഒരു ഇടവേളയ്ക്ക് ശേഷം സഫയും ലല്ലുവും ഒരുമിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇവർക്ക് ഉളുപ്പില്ലെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇങ്ങനെ പ്ലക്കാൻ വേണ്ടി നടക്കുന്ന ഒരുത്തരും അതിനുവേണ്ടി കിടന്നു കൊടുക്കാൻ വേറെ ഒരുത്തിയും. ഇവരെ കണ്ടല്ലോ വേറെ എന്തോ ആണ് എന്റെ വായിൽ വരുന്നത്. തൽക്കാലം ഞാൻ ഒന്നും ഇവിടെ പറയുന്നില്ല. എന്നാലുമില്ലേ എങ്ങനെ സാധിക്കുന്നു ഇഷ്ടമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. 3 മാസം മുന്നേ ഈ സഫ ചെയ്ത പരിപാടി എല്ലാവർക്കും ഓർമ്മ ഉണ്ടല്ലോ. ലല്ലുവുമായിട്ടുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിച്ച് ഞാൻ എന്റെ ഫസ്മിനെ ഫ്രണ്ട് ആണെന്ന് പറഞ്ഞ് ഫസ്മിനെ അടുത്ത് പോയി ചങ്ങാത്തം കൂടിയ പെണ്ണാണ്. അന്ന് സഫയും ഫസ്മിനും തമ്മിൽ ഒരുമിച്ച് കുറെ റീൽസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നേരം നമ്മളൊക്കെ വിചാരിച്ചത് ഈ പെണ്ണ് നന്നായി എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ 3 മാസങ്ങൾക്ക് ഇപ്പുറത്താ വീണ്ടും പഴയ പരിപാടിയായിട്ട് ഇറങ്ങിയേക്കുവാണ്. നമുക്ക് അതിലേക്കൊക്കെ വരാം. അതിനു മുമ്പ് ഓണവുമായി ബന്ധപ്പെട്ട് സഫയും ലല്ലുവും ഒരുമിച്ച് റിലീസ് ചെയ്ത ഓണ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഇതൊക്കെ കാണുമ്പോണ്ടല്ലോ രണ്ടിനും പിടിച്ചിങ്ങനെ ഒരയ്ക്കാത്ത മതിലിങ്ങനെ ഇട്ട് ഒരയ്ക്കാൻ തോന്നാണ്. അല്ലാണ്ട് എന്താ ഇതിനൊക്കെ പറയാ. ഇങ്ങനെ ഓരോന്നും പബ്ലിക്കിൽ ഒന്ന് കാണിക്കാനും ആണ് ഒരു തന്റെ ഇടം. ഇങ്ങനെ അവീതം പബ്ലിക്കായി ആഘോഷിക്കുന്ന ടീംസിനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. വല്ലാത്തൊരു ഇറ്റാജ് ടീംസ് ഇഷ്ടമാണ്. ഇതിപ്പോ ഞാൻ പൊട്ടനായതാണോ, അതോ മെഹനാസ് പൊട്ടനായതാണോ, അതോ സഫ പൊട്ടത്തി ആയതാണോ, അതോ ലല്ലു പൊട്ടനായതാണോ, അതോ ഫസ്മിനെ പൊട്ടത്തി ആയതാണോ, ഒന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. ആകെ ഒരു ശൂന്യത പോലെ. എനിക്കാണെങ്കിൽ ഇതൊക്കെ കണ്ടിട്ട് ഭ്രാന്താവാണ്. അതിൽ എന്താണ് അവരുടെ ഉദ്ദേശം അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. എനിക്ക് തോന്നുന്നത് ഇവിടെ സഫിന്റെ ഉദ്ദേശം റീച്ച് തന്നെ ആവണമെന്നുള്ളതാണ്. കാരണം ഞാൻ ഈ വീഡിയോ കണ്ടപ്പോൾ സഫിന് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ആൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ വലിയ റീച്ച് ഒന്നും ഇല്ല. അതുകൊണ്ട് തന്നെ പ്രൊമോഷൻസ് ഒക്കെ കുറവാണ്. ഒരു 1 മില്യൺ ഒക്കെ അടിച്ച വീഡിയോ വന്നിട്ട് കാര്യം കുറെ കഴിഞ്ഞു. അപ്പൊ പിന്നെ നമ്മൾ വിചാരിച്ച കാരണം ലല്ലുമായിട്ടുള്ള ഒരു വീഡിയോ ഇറക്കിയേക്കാം. അതാകുമ്പോൾ മില്യൺ കണക്കിന് വ്യൂസ് കയറിയേക്കുന്നുള്ളത്. അത് വിചാരിച്ച പോലെ തന്നെ നടന്നു കേട്ടോ. ഇവരുടെ ഈ ഓണം സ്പെഷ്യൽ വീഡിയോ 2 മില്യൺ കടന്നു. അതിന്റെ ഒരു സ്റ്റോറിയും ഈ പറയുന്ന സഫ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ആണെങ്കിൽ അത് സൈഡിൽ കൊടുക്കാം. ഇതിന് തന്നെ മനസ്സിലാക്കാൻ പറ്റില്ലോ റീച്ച് ആണ് ഇവളുടെ ഉദ്ദേശം എന്നുള്ളത്. എന്ത് അപരാധം കാണിച്ചിട്ടായാലും വേണ്ടില്ല, റീച്ച് ആവണം. അതുമായി കുറച്ച് പ്രൊമോഷൻസ് കിട്ടണം. അതിനുവേണ്ടി എന്ത് തോന്നിയാസം കാണിക്കാനും ഇവിടെ തയ്യാറാണ്. എങ്ങനെ സാധിക്കുന്നുണ്ടേ പോയി. എന്തായാലും സഫയുടെ വീഡിയോക്ക് പിന്നാലെ ഫസ്മിനെ പ്രതികരണമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലൂടെയാണ് പ്രതികരണം. നമുക്ക് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഫസ്മിനേക്ക് എന്താണ് പറയാനുള്ളത് എന്നുള്ളതൊന്ന് വായിച്ചു നോക്കാം. സഫ ലല്ലു വീഡിയോ എനിക്ക് ഷെയർ ചെയ്യേണ്ട ആരും. ഐ ഹാഡ് forgiven her once because she had told me Lallu had used her sexually and for money and cheated her with other girls. I even have proof of Lallu saying Safa uses drugs made for each other. Extreme Pro Max. ഉളുപ്പില്ലാത്ത വർഗം. Slept with almost 8 of my friends recently and I stopped talking to her because she started sleeping all over Kochi. പേടിച്ച് അങ്ങ് ബ്ലോക്കാക്കി. ലാസ്റ്റ് ഡേ സോ ദിസ് ആൻഡ് ലല്ലു അറ്റ് കലൂർ. യു ഗൈസ് ഡിസേർവ് ഈച്ച് അതർ. കാരണം 2 പേരും പലരുടെയും കൂടെ പോകും. ഐ വിഷ ബേബിയെങ്കിലും നന്നായി ജീവിച്ചെങ്കിൽ. കൊച്ചിനെ നോക്കാൻ അറിയില്ലെങ്കിൽ എന്തിനാണ് മൈരെ നീ ഒക്കെ ഉണ്ടാക്കാൻ നിൽക്കുന്നത്. ഇങ്ങനെ നീളുന്ന ഫസ്മിനിട്ട സ്റ്റോറി എന്ന് പറയുന്നത്. സഫ തന്റെ 8ഓളം സുഹൃത്തുക്കളുടെ കൂടെ കിടപ്പറ പങ്കിട്ടെന്നൊക്കെയാണ് ഇവിടെ ഫസ്മിനെ പറഞ്ഞു വെക്കുന്നത് അല്ലേ. ഈ പറയുന്ന ഫസ്മിന ആയതുകൊണ്ട് എത്രത്തോളം സത്യമുണ്ടെന്ന് നമുക്ക് അറിയില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഫസ്മിന ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആണ്. അത് ഫസ്മിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എങ്ങനെ ഫ്രസ്ട്രേറ്റഡ് ആവാതിരിക്കും. 3 മാസം മുമ്പേ വന്നു കഴിഞ്ഞിട്ട് എനിക്ക് ലല്ലു ആയിട്ട് ഒരു കുഴപ്പമില്ല, ഞാനും ലല്ലുവും തമ്മിൽ പിരിഞ്ഞു, ഇനി നമുക്ക് സുഹൃത്തുക്കളാകാം എന്ന് പറഞ്ഞ അതേ പെണ്ണ് തന്നെ വീണ്ടും ലല്ലുവിന്റെ അടുത്തേക്ക് പോകുന്നത് കാണുമ്പോൾ ആർക്കാരും ഇടിഞ്ഞു കയറൂലേ. ഇവളിങ്ങനൊന്നും പറഞ്ഞില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. എന്തായാലും ഇന്നോ നാളെയൊക്കെ ആയിട്ട് ഇതുമായി ബന്ധപ്പെട്ട് പുതിയൊരു വീടായിട്ട് വരാമെന്നൊക്കെയാണ് പറയുന്നത്. ആര് ഫസ്മിന. മിക്കവാറും ഇതുമായി ബന്ധപ്പെട്ട് ഫസ്മിനന്റെ പുതിയൊരു വീട് നമുക്ക് യൂട്യൂബിൽ പ്രതീക്ഷിക്കാം. അതുമായി ബന്ധപ്പെട്ട ആളിന് ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ അതാണെങ്കിൽ അവിടെ സൈഡിൽ കൊടുക്കാം. എന്തായാലും അത് അവിടെ കിടക്കട്ടെ. ഇത്രയും ആയ സ്ഥിതിക്ക് ഒരു 3 മാസം മുമ്പേ സഫയും ഫസ്മിനയും തമ്മിൽ കോംപ്രമൈസ് ആയ സമയത്ത് ഫസ്മിന സഫയെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇത് കണ്ടപ്പോൾ അതാണ് ഓർമ്മ വന്നത്. നമുക്ക് എന്തായാലും അതിലെ ചില ഭാഗങ്ങൾ കണ്ടു നോക്കാം. സഫയായിട്ട് ഉണ്ടായത് ഒന്നും ഡ്രാമയോ സ്ക്രിപ്റ്റോ ഇങ്ങനത്തെ ഒരു സംഭവമേ അല്ല. നമ്മൾ ഒറിജിനലി അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിക്ക് വഴക്കായിട്ടുണ്ട്, കച്ചറായിട്ടുണ്ട്. ആൻഡ് ഇപ്പം ഞാൻ വന്ന് കാണിക്കുന്നതിൻ്റെ അപ്പുറം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് വളരെ മ്ലേച്ഛമായിട്ടുള്ള രീതിയിൽ വരെ സംസാരിച്ചേക്കുന്ന 2 ആൾക്കാരാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. അറ്റ് ദ ടൈം ഡ്യൂറേഷൻ ഓഫ് സത്യം പറഞ്ഞാൽ ഫെബ്രുവരി ആൻഡ് മാർച്ച്. ഫെബ്രുവരി 1 മാസം ഫുള്ള് നീണ്ട അടിയായിരുന്നു. മാർച്ച് പകുതി വരെ അടിയായിരുന്നു. പിന്നെ മാർച്ച് പകുതി ആയപ്പോഴത്തേക്കും ഞാൻ അവളുടെ കാര്യങ്ങൾ പറയുന്നത് നിർത്തി. ഞാൻ ആ ടോപ്പിക്ക് വിട്ടു. ഞാൻ എൻ്റെ യൂട്യൂബിൽ ഒരു വീഡിയോയിൽ പോയിട്ട്, അതായത് അവളെ പറ്റി സംസാരിക്കുന്ന ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സഫേനെ പറ്റി അതിന് സംസാരിക്കത്തില്ല. ഇനിയിപ്പോൾ ധൈര്യമായിട്ട് സംസാരിക്കാലോ. അവസാനമായിട്ട് മാർച്ചിലാണ് സഫിനെ കുറിച്ച് സംസാരിച്ചതെന്നാണല്ലോ ഈ പറഞ്ഞ ഫസ്മിന പറയുന്നത്. ഇതിപ്പോ മാർച്ച് കഴിഞ്ഞ 5 മാസങ്ങൾക്ക് ഇപ്പുറം ഓഗസ്റ്റിൽ വീണ്ടും സഫയെ കുറിച്ച് സംസാരിക്കാനുള്ള അവസരം വന്നിരിക്കും.
വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഫസ്മിന താത്താക്ക്. ആഹ്ലാദിപ്പിയും ആർമാദിപ്പിയും. ഇനി ഫസ്മിന താത്ത ഒരു പൊളി പൊളിക്കും മക്കളെ. ഇത്രയും കാലം ഫസ്മിന താത്ത ഒന്ന് അടങ്ങിയതായിരുന്നു. യൂട്യൂബിൽ വന്നിരുന്ന് പേഴ്സണൽ കാര്യങ്ങളൊന്നും പറയില്ല എന്നൊക്കെ പറഞ്ഞ് 30 സൈഡ് ആയതായിരുന്നു. പക്ഷെ ഇനി അതൊക്കെ പൊട്ടിച്ചെറിഞ്ഞൊരു വരവ് വരാനുണ്ട് മക്കളെ. നമ്മൾ 3-4 മാസങ്ങൾക്ക് മുമ്പ് കണ്ട അതേ ഫസ്മിനെ തന്നെ നമ്മൾ ഇനി വീണ്ടും കാണാൻ പോവുകയാണ്. ഫസ്മിന താത്ത ബാക്ക് ഓൺ ട്രാക്ക്. ഇനി ഫസ്മിന താത്തേന്റെ കളികൾ കമ്പനി കാണാൻ കിടക്കുന്നതേ ഉള്ളൂ. എന്തായാലും കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഫസ്മിന്റെ യൂട്യൂബ് ചാനലൊക്കെ ചത്ത് കിടക്കുന്നു. വീഡിയോസും കുറവാണ്, റീച്ചും കുറവാണ്. എന്തായാലും അതിനൊരു തീരുമാനമായി കിട്ടി. ഇനി നാളെ തൊട്ട് നോക്കിക്കോ മക്കളെ, റോക്കറ്റ് കയറുന്ന പോലെ ആയിരിക്കും ഫസ്മിന്റെ ഓരോ വീഡിയോയ്ക്കും റീച്ച് കയറാൻ പോകുന്നത്. സഫാലല്ലോ അപരാധം പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 എന്നൊക്കെ പറഞ്ഞങ്ങോട്ട് തുടങ്ങും. അല്ല, അതിനായിട്ടുള്ള അവസരം ലല്ലും സഫയും തന്നെ ഒരുക്കി കൊടുത്തിട്ടുണ്ടല്ലോ. അത് ഫസ്മിനെ മുതലാക്കുന്നതിന് നമുക്ക് തെറ്റൊന്നും പറയാൻ പറ്റൂല. എന്നാലും ഇവരുടെ യൂണിവേഴ്സ് തമ്മിൽ എന്തൊരു ഒത്തൊരുമയാണ് അല്ലേ? പെൺകുട്ടികളുമായിട്ട് പ്ലക്കാൻ വേണ്ടി നടക്കുന്ന ഒരുത്തനും അതിന് കൃത്യമായി സഹകരിച്ചു കൊടുക്കാൻ വേറെ ഒരുത്തിയും, അത് മുതലെടുത്ത് യൂട്യൂബിൽ കണ്ടന്റ് ആക്കി വരുമാനം ഉണ്ടാക്കാൻ വേറെ ഒരുത്തിയും. ഇത് കൃത്യമായ ഇടവേളകൾ ഇവർ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ളതാണ്. ഭയങ്കര ഒത്തൊരുമാണ് കേട്ടോ ഇവർ തമ്മിൽ. പരസ്പരം എത്ര അടിയാണെന്ന് പറഞ്ഞാലും ഈ കാര്യത്തിൽ ഇവരുടെ ഒത്തൊരുമ സമ്മതിച്ചു തന്നേ പറ്റൂ. എന്തായാലും ഫസ്മിനൊക്കെ പറയാനുള്ള ബാക്കിയോടെ കേട്ടോക്കാം. ഇനിയിപ്പോൾ ലല്ലുമായിട്ട് പോകുകയാണെങ്കിലും ഹാപ്പി ആയിട്ട് പോട്ടെ, അവളെ പറ്റിക്കാണ്ടിരിക്കട്ടെ, എനിക്കുണ്ടായത് അവൾക്കുണ്ടാവാതെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ടോപ്പിക് അവസാനിച്ച് ഒരു 1 വീക്ക് കഴിഞ്ഞിട്ടാണ് സഫ എന്നെ ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്യുന്നത്. സോ എൻ്റെ നോർമൽ നമ്പറിൽ ബ്ലോക്കാണ്. എൻ്റെ വാട്സപ്പ് ബിസിനസ് നമ്പറിലാണ് എനിക്ക് മെസ്സേജ് അയച്ചത്. ഹായ് ആർ യു ഓക്കെ, ആർ യു ഓക്കെ എന്ന് ചോദിച്ചാൽ എനിക്ക് ഇങ്ങോട്ട് മെസ്സേജ്. അങ്ങനെ നമ്മൾ സംസാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കോൺടാക്ട് ചെയ്ത് കുറേ കാര്യങ്ങൾ സംസാരിച്ചു. വാട്ട് എവർ ഹാപ്പൻഡ്, എന്തൊക്കെയാണ് അവൾ എൻ്റെ അടുത്തുനിന്ന് മറച്ചു വെച്ചിരുന്ന കള്ളങ്ങൾ, അവൾ മൊത്തത്തിൽ അവൾക്ക് പറയാൻ പറ്റാണ്ടിരുന്ന കുറേ കാര്യങ്ങൾ, സിറ്റുവേഷൻസ്, അതൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു. A to Z എല്ലാ കാര്യങ്ങളും കാണിച്ചു തന്നു, തെളിവ് ഉൾപ്പെടെ. സോ ഞാൻ അതെല്ലാം കണ്ടു. സോ എന്നിട്ട് ഇപ്പോൾ അവൾ എന്ത് ചെയ്യുന്നു? നിങ്ങളുടെ ആ സുഹൃത്തായിട്ടുള്ള സഫപ്പ് എന്ത് ചെയ്യുന്നു? നിങ്ങളുടെ മുൻ ഭർത്താവിന്റെ കൂടെ അവരാധിച്ച് നടക്കുന്നു അല്ലേ? അതാണ് അത്രേ ഉള്ള അവളൊക്കെ. അവിടെ നിന്റെ അടുത്ത് വന്ന് ഒന്ന് പറയും, ലല്ലുവിന്റെ അടുത്ത് പോയി മറ്റൊന്ന് പറയും. എന്നിട്ട് ഇപ്പുറത്ത് നിന്നായിട്ടും കമ്പനിയാവും, അപ്പുറത്ത് ലല്ലു ആയിട്ടുള്ള റിലേഷൻഷിപ്പ് അവിടെ മെയിൻറ്റെയിൻ ചെയ്യും. എന്നിട്ട് ഇപ്പൊ അവസാനം അവിടെ ശശി ആവുന്നവരാണ് നീ മാത്രം. എന്തായാലും കുഴപ്പമില്ല ഫസ്മിന, ഇതൊക്കെ നമുക്കൊരു കണ്ടന്റ് അല്ലേ? ഇത് വെച്ചൊരു 4-5 വീഡിയോ അങ്ങ് യൂട്യൂബിൽ പടക്കി നമ്മളെ വക ഫുൾ സപ്പോർട്ട്. അതാകുമ്പോൾ നമുക്ക് അത് വെച്ച് കണ്ടന്റ് ഉണ്ടാക്കാലോ, അത് വേറെ കാര്യം. എന്നാലും കുഴപ്പമില്ല ഫസ്മിന താത്ത, ബാക്കിയോടെ കണ്ടോക്കാം. സോ ബേസിക്കലി ഇത്രേ ഉള്ളൂ. അവൾ ലല്ലുവായിട്ട് കണക്ഷൻ കമ്പനി നിർത്തി. അവൾ ലല്ലുവായിട്ട് ഇപ്പോൾ ഒരു കോൺടാക്റ്റും ഇല്ല. അവളത് നിർത്താനുള്ള കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ അതിൻ്റെ പുറകെ വേറെ കേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അത് നമ്മൾ സംസാരിക്കുന്നില്ല. അതെ, അവൾ ലല്ലുമായിട്ടുള്ള എല്ലാ കോൺടാക്റ്റും നിർത്തി. അത് നിർത്തിയതിനാണ് നമ്മളിപ്പോ കണ്ടത്. അവളെ ലല്ലുമായിട്ട് എല്ലാം നിർത്തിയെന്ന് നിന്നെ പറഞ്ഞു വിശ്വസിപ്പിച്ചു, അങ്ങനെ വേണം പറയാൻ. അതുമായി നിന്നെ അവൾ മോചിപ്പിച്ച് വിട്ടു. അതാണ് ഇപ്പോൾ അവിടെ സംഭവിച്ചിട്ടുള്ളത്. ബാക്കി പറഞ്ഞാലും അവൾ എന്നോട് ചെയ്ത മിസ്റ്റേക്ക് അവൾക്ക് മനസ്സിലായി. അവൾ എന്നോട് സോറി പറഞ്ഞു. ഞാനത് ക്ഷമിച്ചു കൊടുത്തു. അതെ, ക്ഷമിച്ചു കൊടുത്തു അല്ലേ? ഇപ്പൊ മനസ്സിൽ തൊട്ട് പറയാൻ പറ്റുമോ ഫസ്മിനക്ക് ക്ഷമിച്ചു കൊടുത്തു എന്നുള്ളത്? ഒരിക്കലും പറയാൻ പറ്റൂല. കാരണം അമ്മാതിരി മൂഞ്ചിത്തരാണ് അവളിപ്പോ നിന്നോട് കാണിച്ചത്. എന്തായാലും ഇതിനോടൊക്കെ തന്നെ ആ ക്ഷമ ഫസ്മിനെ തിരിച്ചെടുത്തിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അതിപ്പോ നമുക്ക് ഫസ്മിന്റെ അടുത്ത വീഡിയോയിൽ തന്നെ കണ്ടറിയാം. ബാക്കി കണ്ടോക്കെ എന്തായാലും. അങ്ങനെ ഒരാളോട് ഞാൻ ദേഷ്യം വെച്ചിരിക്കാറില്ല. എൻ്റെ പഴയ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അങ്ങനെ ദേഷ്യം വെച്ചിരിക്കാറില്ല. ദ ഒൺലി മിസ്റ്റേക്ക്, ഞാൻ ചെയ്തേക്കുന്ന മിസ്റ്റേക്സിൽ എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ, നമ്മൾ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഈ വന്ന് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് പറയാൻ നിൽക്കരുത്. അതായത് ഇന്ന ആളായിട്ട് അടിയായെന്നും പറഞ്ഞ് അങ്ങോട്ട് ഇങ്ങോട്ട് ഈ പ്രശ്നം ഉണ്ടാക്കുന്ന പരിപാടി ഭയങ്കര ഇമ്മച്ചുവറായിട്ട് എനിക്കിപ്പോൾ തോന്നുന്നത്. ഞാൻ ചെയ്തേക്കുന്ന ഏറ്റവും ഇമ്മച്ചുവറായിട്ടുള്ള കാര്യം, ഐ അഗ്രി ദാറ്റ് ഞാൻ ഇമ്മച്ചുവറായിട്ട് ചെയ്ത കുറച്ച് കാര്യങ്ങളാണ്. പക്ഷേ ലല്ലുവിൻ്റെ കാര്യം ഞാൻ ഒരിക്കലും ഇമ്മച്ചുവറാണെന്ന് പറയത്തില്ല. ബിക്കോസ് ലല്ലു ഈസ് എ സൈക്കിക് ക്രിമിനൽ മൈൻഡുള്ള ഒരു പെണ്ണുപിടിയും തന്നെയാണ്. സോ ലല്ലുവിൻ്റെ കാര്യം സംസാരിച്ചാൽ എനിക്കൊരു റിഗ്രറ്റും ഇല്ല. ആൻഡ് സഫയായിട്ട് സംസാരിച്ചുകൊണ്ട് കുറേ പേര് പറഞ്ഞു ഇനി കുറച്ച് കഴിയുമ്പോൾ ലല്ലുമായിട്ട് ഇവിടെ സംസാരിക്കുമായിരിക്കും, ലല്ലുമായിട്ട് കണക്ഷൻ ഉണ്ടാവുമായിരിക്കും, ലല്ലുവിനോട് പോയി മിണ്ടും, അല്ലെങ്കിൽ ക്യാമറമാൻ ലല്ലു ആയിരിക്കും. ഞാൻ മരിച്ചു പോയാലും എനിക്ക് പൊരുത്തമില്ലാത്ത ഒരാളാണ് സെബിൽ എന്ന് പറയുന്ന വ്യക്തി. സോ സെബിലിനോട് ഞാൻ ഒരിക്കലും പുറത്ത് കൊടുക്കത്തില്ല. ആൻഡ് എനിക്കത് വേറെ മെസ്സേജ് വന്നാൽ സോ ലല്ലുവിനോട് ഞാൻ ഒരിക്കലും പുറത്ത് കൊടുക്കത്തില്ല. ലല്ലു എന്ന് പറയുന്ന ആളിനി എൻ്റെ ലൈഫിൽ ഒരിക്കലും ഉണ്ടാവാനും പോകുന്നില്ല. ഇനിയിപ്പോൾ കമൻസിൽ തന്നെ കണ്ടു ഉംറ ചെയ്ത് വന്നു കഴിഞ്ഞ് തെറ്റ് തിരുത്തിയാൽ നിങ്ങളെ ക്ഷമിച്ചു കൊടുക്കുന്നത്. പക്ഷേ ഞാൻ അങ്ങനെ ഒരു ക്ഷമിച്ചു കൊടുക്കൽ ചടങ്ങിലോട്ട് ഞാൻ ഒരിക്കലും പോകത്തില്ല. ബിക്കോസ് വൺസ് എ ചീറ്റർ ഓൾവേസ് എ ചീറ്റർ എന്ന് ഞാനിപ്പോൾ വിശ്വസിക്കുന്ന ഒരാളാണ്. റിലേഷനിലായിരുന്നപ്പോൾ ഞാൻ ഒരുപാട് മിസ്റ്റേക്സ് ചെയ്തു. ആസ് ഇൻ ഞാൻ ക്ഷമിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെയും ഇനി അടി ചവിട്ട് കുത്ത് എല്ലാം കൊണ്ട് നിന്ന് ഇനി ശരിയാവുമെന്ന് വിചാരിച്ചെന്ന് എൻ്റെ സമയം പോകുന്നതല്ലാണ്ട് എൻ്റെ സമയം എൻ്റെ മാനസിക ഇത് ഫിസിക്കലി ഇതെല്ലാം എനിക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നതല്ലാണ്ട് അതിൻ്റെ അപ്പുറത്തോട്ട് വേറെ ഒരു ഗുണവും ആ റിലേഷനിൽ എനിക്ക് ഉണ്ടായിട്ടില്ല. സോ അങ്ങനെ ഒരു റിലേഷനിൽ എത്ര നന്നായിട്ട് ആൾ തിരിച്ചു വന്നാലും ഞാൻ പോകത്തില്ല. അതിപ്പോ ഇത്രയും ആയ സ്ഥിതിക്ക് അവൻ ഇനിയിപ്പോ എന്തായാലും നിന്റെ അടുത്തേക്ക് തിരിച്ചു വരാൻ പോണില്ല ഫസ്മിന. അവൻ ചത്താലും തിരിച്ചു വരൂല. കാരണം തിരിച്ചു വന്നാൽ അവനെ നീ എക്സ്പോസ് ആക്കുന്നുള്ളത് അവന് നല്ലോണം അറിയാം. അവനിപ്പോ തിരിച്ചു വരാൻ വേറെ ആൾക്കാരുണ്ടല്ലോ, അവൻ അവരുടെ അടുത്തേക്ക് പോയിക്കോളൂ. അതിനായിട്ട് നിൽക്കുന്ന ഒരു പെണ്ണ് അപ്പുറത്തുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ അവന് തെറ്റിലും തിരിച്ചു വരുമൊക്കെ അവളുമായിട്ട് ആയിക്കോളൂ. ഇനിയിപ്പോ എന്തായാലും അവന് നിന്റെ അടുത്തേക്ക് വരാൻ പോണില്ല. അവൻ അവളുടെ അടുത്തേക്ക് പോയിക്കോളൂ കേട്ടോ. ബാക്കി പറഞ്ഞാലും. പക്ഷെ എനിക്ക് പറയാനുള്ളത്
വേറെ ഒരു കാര്യമാണ്. അതായത് നമ്മുടെ ബോയ് ഫ്രണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ നിങ്ങളുടെ ഗേൾ ഫ്രണ്ട് ആയിക്കോട്ടെ, നിങ്ങളെ ചീറ്റ് ചെയ്താലും നിങ്ങൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരോടായിരിക്കും ഏറ്റവും കൂടുതൽ തല്ലുണ്ടാവുക. അതായത് അവർ ആരുടെ കൂടെയാണോ പോയത് അവരെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യും. ഞാൻ ഇത്രയും പോരെ, ബിക്കോസ് ഞാൻ ചെയ്തിട്ടുള്ള കാര്യമാണ്. അവൻ പോയിട്ടുള്ള ആൾക്കാരെ വെച്ച് ഞാൻ കമ്പയർ ചെയ്തിട്ടുണ്ട്. എന്നെ കാണാൻ ഇത്ര ബോറാണ്, എന്നെ കാണാൻ കൊള്ളാത്തതുകൊണ്ടാണ്, എൻ്റെ എന്തെങ്കിലും പോരായ്മ കൊണ്ടാണ്, അവളെ കാണാൻ കുറച്ചുകൂടെ അടിപൊളിയാണോ. സോ ഞാൻ അങ്ങനെ കമ്പയർ ചെയ്തിട്ടുണ്ട്. പിന്നെ അവരോടാണ് നമ്മൾ ചൂടാവുക. ഞാൻ ഏറ്റവും കൂടുതൽ ചൂടായിട്ടുള്ള അവൻ പോയേക്കുന്ന ആൾക്കാരോടാണ്. ബിക്കോസ് ഞാൻ അവൻ്റെ അടുത്ത് ചൂടാവാറില്ല. അവൻ്റെ അടുത്ത് ഞാൻ കരച്ചിലും പോയേക്കുന്ന ആൾക്കാരുടെ അടുത്ത് ഞാൻ ചൂടാവലും ദേഷ്യപ്പെടലും ആയിരിക്കും. അതായത് എനിക്ക് റിയലൈസ് ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ബോയ് ഫ്രണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഹസ്ബൻഡ് നമ്മളെ ഇട്ടിട്ട് അവരുടെ കൂടെ പോയി ആ മൂമെൻറ്റ്, ആസ് ഇൻ നമ്മളെ ചീറ്റ് ചെയ്യുന്ന ഒരു മൂമെൻറ്റ്, അവർക്ക് നമ്മുടെ ഇമേജ്, നമ്മുടെ ഒരു ഫേസ് അവരുടെ മനസ്സിലോട്ട് ഒരു സെക്കൻഡെങ്കിലും വരും. അവരത് ഇഗ്നോർ ചെയ്ത് അവരായിട്ടത് ഫോർവേഡ് മൂവ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം അവർക്ക് നമ്മളെ വാല്യൂ ഇല്ലെന്നാണ്. ആസ് ഇൻ അവർക്ക് നമ്മളോട് ഒറിജിനലി ഇഷ്ടമില്ല. എന്നിട്ട് അവർ ആ സ്റ്റെപ്പ് കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ടേക്ക് പോകുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ചീറ്റിംഗ് അല്ലേ. അപ്പോൾ നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ പെണ്ണിനോട് കിടന്ന് ഒച്ചുണ്ടാക്കി ബഹളം ഉണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല. ബിക്കോസ് ഇവരുടെ കൺസേണോട് കൂടി ഇവർ നമ്മളുണ്ടെന്ന് അറിഞ്ഞിട്ടും നമ്മളെപ്പോലെ ഒരാൾ അവരുടെ ലൈഫിലുണ്ടെന്ന് അറിഞ്ഞിട്ടുമാണ് അവർ അപ്പുറത്തെ ആളായിട്ട് പോകുന്നത്. സോ നമ്മൾ ആ പെണ്ണിനോട് ഒച്ചുണ്ടാക്കി ബഹളം ഉണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല എന്ന് വെരി ലേറ്റ്ലി ആയി റിയലൈസ്ഡ്. അപ്പോൾ ഞാൻ അങ്ങനെയുള്ള എല്ലാവരോടും ഞാൻ ആ പരിപാടി നിർത്തി. ഇപ്പോൾ എൻ്റെ ബോയ് ഫ്രണ്ട് അല്ല എൻ്റെ ഹസ്ബൻഡ് ചീറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളോട് നമ്മൾ എന്തിനു ചൂടാണ്, കാരണം ഇവരുടെ സമ്മതത്തോടെയാണ് പോകുന്നത്. പിന്നെ അവരോട് കിടന്ന് നമ്മൾ ബഹളം വെച്ചിട്ട് ഒരു കാര്യമില്ല. സോ ഞാൻ ആ പരിപാടി നിർത്തി. ആൻഡ് അതുകൊണ്ടാണ് ഏറ്റവും മെയിൻ ആയിട്ട് ഞാൻ സഫിയോട് ക്ഷമിച്ചു കൊടുക്കാനുള്ള കാരണം. അത് എന്റെ മുൻ ഭർത്താവിന്റെ എക്സ് കാമുകിമാരുമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും ഞാൻ നിർത്തി, അവരുമായി തെറി വിളിക്കുന്ന എല്ലാ പരിപാടിയും ഞാൻ നിർത്തി, സഫിയോട് ഞാൻ ക്ഷമിച്ചു കൊടുത്തു എന്നൊക്കെയാണ് ആള് പറയുന്നത്. പക്ഷെ ഇതെല്ലാം പറച്ചിലുള്ളൂ എന്നുള്ളതാണ് സത്യാവസ്ഥ. ഒരു പെണ്ണിനും ഒരിക്കലും ഈ പരിപാടി നിർത്താൻ പറ്റത്തില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ ഇവിടെ സഫയും ലല്ലുവും ഒരുമിച്ച സാഹചര്യത്തിൽ സഫയെ തെറി വിളിച്ചുകൊണ്ട് ഫസ്റ്റ് മിനിറ്റ് സ്റ്റോറിയൊക്കെ നമ്മൾ കണ്ടല്ലോ. സോ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും ഈ പരിപാടി ഒരിക്കലും ഫസ്റ്റ് മിനിറ്റ് നിർത്താൻ പറ്റത്തില്ല എന്നുള്ളത്. അതൊരിക്കലും തെറ്റാണെന്നല്ലോ ഞാൻ പറഞ്ഞു വരുന്നത്. ഡയലോഗ് അടിക്കാൻ എല്ലാവരെ കൊണ്ടും പറ്റും, പക്ഷെ അത് പ്രാവർത്തികമാക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. എന്തായാലും ബാക്കിയോട് കണ്ടോ. വാശിയോ പ്രശ്നങ്ങളോ ഒന്നുമില്ല. ഇപ്പോഴും ലല്ലു അവളുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ ഞാൻ അവളോട് ഒരിക്കലും സംസാരിക്കാൻ പോകത്തില്ലായിരുന്നു. എന്തായാലും അവളുടെ ലൈഫിൽ ലല്ലു ഇപ്പോഴും ഉണ്ടെന്ന് മനസ്സിലായല്ലോ. അതന്നെ. എന്തായാലും കൂടുതലൊന്നും പറയുന്നില്ല മക്കളെ. എന്തായാലും എല്ലാം നിർത്തിയെടുത്തു. ഫസ്റ്റ് ഇനി വീണ്ടും തുടങ്ങുന്ന ഒരു കാഴ്ച നമ്മൾ ഇനി വരും ദിവസങ്ങളിൽ കാണേണ്ടി വരും. അതിനുവേണ്ടി എല്ലാവരും വെയിറ്റിംഗ് ആണെന്ന് അറിയാം. കൂടുതലൊന്നും പറയുന്നില്ല. എന്താണ് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.